ചേച്ചി SPB സാറ് ചേച്ചിയുടെ ഭയങ്കര റോൾ മോഡലാണെന്ന് ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് ഞങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യോ? വളരെ ഒരു ഇൻസ്പയറിങ് ഹ്യൂമൻ ബീങ് ആണ്. അഫ്കോഴ്സ് പ്ലേ ബാക്ക് സിംഗിങ്ങിൽ അവർ പോലെ എല്ലാ സിറ്റുവേഷനിലും ഏതൊക്കെ ജോണേഴ്സിലെ എല്ലാം പാടിയിട്ടുണ്ട്. ഒരുപാട് ഒരു എൻസൈക്ലോപീഡിയ പോലാണ് നമുക്ക്. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അത് ഇത്ര പാടിയാലും എത്രയോ വേൾഡ് കോൺസേർട്ട്സ് ചെയ്താലും ഒരു കോൺസേർട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രിപ്പറേഷൻ, അത് കമ്മിറ്റ്മെൻറ്റ്, സിൻസിയറിറ്റി, അത് മൈ ഗോഡ്. പിന്നെ ഒരു പാട്ട് റെക്കോർഡിങ്ങിൽ പോയി നമ്മൾ നോക്കുമ്പം ഇപ്പോൾ ഉള്ള പിള്ളേർ വന്നിട്ട് പാട്ട് മുഴുവൻ പോലും കേൾക്കുന്നില്ല. ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അവർ പല്ലവി കേട്ട് ഞാൻ കേട്ടോണ്ട് പാടാം അങ്ങനെ ടേക്കിന് പോകുന്നു. പക്ഷെ SPB സാറ് ഒരു ചെറിയ ഒരു ടേപ്പ് റെക്കോർഡർ ഉണ്ട്. ആ പാട്ട് പിന്നെ അത് റെക്കോർഡ് ചെയ്യും. പിന്നെ ഉള്ളിൽ ചെന്ന് ഒരു 20 minutes ആ പാട്ടോട് ആ ഒരു ഇൻറ്റിമസി. ബിക്കോസ് ഒരു മ്യൂസിക് ഡയറക്ടറിന് ഒരു പിക്ചർ കിട്ടാൻ എത്ര ശ്രമമല്ലേ അത്. അവർക്കൊരു പിക്ചർ കിട്ടി, പിന്നെ ആ സിറ്റുവേഷനിൽ ആ പാട്ട് ഓക്കെ ചെയ്ത് അവർക്കത് ഓരോ പാട്ടും ഒരു കുട്ടി പോലെയാണ്. അവർ ഡെലിവറി ചെയ്യുന്ന ഒരു കുട്ടിയാണത്. അപ്പോൾ അത്രയും ശ്രമിച്ചിട്ട് അവരൊരു പാട്ട് തരുമ്പം ഇത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കേട്ടിട്ട് അത് ഉള്ളിൽ പോണ്ടേ അത്. സോ അങ്ങനെ തന്നെ SPB സാർ ഒരു 20 minutes he will spend with a song, just with a song in him, and ആ ലിറിക്സ് ഫുൾ മനസ്സിലാക്കി പിന്നാണ് ആ മൈക്കിൻ്റെ മുന്ന് അവർ പോയി നിൽക്കും. ആ ദിസ് വാല്യൂ അല്ലേ. എത്ര പാട്ട് പാടിയാലും ഇത് എൻ്റെ ആദ്യത്തെ പാട്ട് പോലെ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു സിൻസിയറിറ്റി, അത് ഞാൻ ഒരുപാട് അതൊക്കെ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. അവരോട് ഒരുപാട് പാടിയിട്ടുണ്ട് സ്റ്റേജിൽ. അതെ.